ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ജോർജിയയിലെ മൂന്നാമത്തെ ദിവസമാട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ക്വാറിലി ലേക്ക് റിസോർട്ടിലാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. നമുക്ക് ഇന്നത്തെ ദിവസം ഫുൾ പോസിറ്റീവ് എനർജി കിട്ടാൻ ഈ ഒരു വ്യൂ മതി. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുക. എവിടെ ചെന്നാലും നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെയായിട്ടായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുകയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ചെറിയൊരു തണുപ്പും പിന്നെ ചെറിയൊരു വെയിലും. രാത്രി വന്നുകൊണ്ട് തന്നെ നമുക്ക് സറൗണ്ടിങ്സ് ഒന്നും ശരിക്കും കാണാൻ പറ്റിയില്ല കേട്ടോ. തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ബോട്ട് റൈഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ലേക്കിന് ചുറ്റും നമുക്ക് കറങ്ങി വരാനായിട്ട് സൈക്കിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ പരിപാടിയിലോട്ടൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുക. ഈ ഒരു ബിൽഡിങ്ങിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നൊരു ഏരിയ കേട്ടോ ഇത്. ഇവിടെ ഒരു ലൈബ്രറി സെറ്റപ്പ് ചെയ്തേക്കും കേട്ടോ. ഇവിടുന്ന് ഒരുപാട് ബുക്സ് ഉണ്ട്. നല്ലൊരു ഏരിയ ആയിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ലേക്കിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് ബുക്ക് റീഡ് ചെയ്യാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ദാ ഈ കാണുന്ന ഏരിയയിലായിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പുറത്തും ഡൈനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ വഴിക്കോട്ട് പോയതേ ഇല്ല കേട്ടോ. പുറത്ത് തണുപ്പായതുകൊണ്ട് തന്നെ വെറുതെ പുറത്തിരുന്ന് കോച്ചി പിടിച്ച് ഫുഡ് കഴിക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അകത്ത് തന്നെയാട്ടോ ഇരുന്നത്. പക്ഷെ രണ്ട് സൈഡിലെയും വ്യൂ നല്ല അടിപൊളിയായിരുന്നു. ഒരു സൈഡിൽ ലേക്കും മൗണ്ടനും, ഒരു സൈഡിൽ വാലിയും ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്തിരിക്കണമെന്ന്. പക്ഷെ ഞങ്ങളുടെ ബോഡി അങ്ങോട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം ഞങ്ങൾ ജാക്കറ്റൊന്നും എടുത്തിട്ടുമില്ല. പിന്നെ പിള്ളേരെ കൊണ്ട് അത്രയും നേരം പുറത്തിരിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അകത്ത് തന്നെ ആട്ടോ ഇരുന്നത്. ഇതാ ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സാധനം കാണിക്കട്ടെ അപ്പാ. ഇത് കണ്ടോ? ഇതെന്തോന്നറിയോ? തേനീച്ചക്കൂട്. ഇതിനകത്ത് നിന്നാണ് നമുക്ക് തേൻ കിട്ടുന്നത്. കണ്ടോ കണ്ടോ? തേനീച്ചയുടെ ആ കൂട് അങ്ങനെ അവർ വെച്ചേക്കുക. കണ്ടോ? ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഷോ പീസായിട്ട് വെച്ചേക്കുന്നതാണ്. പക്ഷെ ഷോ പീസ് അല്ല. ആക്ച്വലി അതിൽ നിന്ന് തേൻ അവർ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. വെരി നാച്ചുറലി. ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ ലേക്കിൽ നമുക്ക് ബോട്ട് സഫാരി ഉണ്ടായിരുന്നു. ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം വന്നു ബോട്ട് സഫാരിക്ക് പോയാലോ എന്ന്. എനിക്ക് മാത്രം ഒരാഗ്രഹമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈഫ് ജാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രക്ഷിക്കാൻ വരാൻ ലൈഫ് ഗാർഡ് പോലും ഇല്ലായിരുന്നു. പോകണ്ടെന്ന് വെച്ച് നിന്നപ്പോഴാണ് ഹേസുവിന് ഭയങ്കര നിർബന്ധം, അവർക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ അവരുടെ കൂടെ. അങ്ങനെ ബോട്ടിങ്ങിന് വന്നു. എമിലും പ്രിയയും അവിടെ പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ എല്ലാവരും ഉണ്ട്. തിരിഞ്ഞ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവര് പോട്ടെ, എന്ത് കഷ്ടമാണോ പോവാനും സമ്മതിക്കത്തില്ല. നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ബോട്ടിങ്ങിനൊക്കെ പോയി. അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട്. നമ്മളിനി ഇവിടെ കുറച്ച് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകും. ആദ്യം തന്നെ നമ്മൾ ആ മലമണ്ടയിലുള്ള മൊണസ്ട്രിയിലോട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ വന്നു ഇരുന്നു. വന്ന് കയറിയപ്പോ തന്നെ ടിക്കറ്റ് ഉണ്ട് ഇവിടെ. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ച് ചിലപ്പോൾ ജാവ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുമായിരിക്കും കേട്ടോ. അവിടെ ഐറ്ററി കൊടുത്തപ്പോഴേ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 3 ലാറി വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങള്.
ഈ ഒരു മൊനസ്ട്രിയിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ മേലോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര ഒരു കുന്നിൻ്റെ മണ്ടയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ കയറി പോകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പം ഒരു ബസ്സുണ്ട്, ആ ബസ്സിലാണ് നമ്മളെ മേളിൽ കൊണ്ടേ ആക്കുന്നത്. വന്ന് നിർത്തി നമ്മൾ സ്ഥലത്തെത്തി. ഈ കാണുന്നതാണ് മൊനസ്ട്രി. ഇതൊരു വലിയ മലയുടെ മണ്ട കേട്ടോ. ബസ് ഇങ്ങനെ ഒരു വലിയ ടേൺ ബൈ ടേൺ കയറുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇതുപോലെ മറ്റ് വണ്ടികൾ അലോ ചെയ്യാത്ത നന്നായി, കാരണം ഭയങ്കര കുത്ത് കയറ്റാം. വേറെ വണ്ടികളൊക്കെ കയറ്റി വിടുവാണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. നമ്മൾ വന്നിരിക്കുന്ന ഈ മൊനസ്ട്രിയുടെ പേരാണ് നെക്രസി മൊനസ്ട്രി. ജോർജിയയിലെ ഈസ്റ്റ് സൈഡായിട്ടുള്ള കക്കേത്തി റീജിയണിൽ ക്വാറേലി എന്ന സ്ഥലത്താട്ടോ ഈ മൊനസ്ട്രി ഉള്ളത്. ഈ മൊനസ്ട്രി ശരിക്കും ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന ഒരു മൊനസ്ട്രിയാണ്. 6th സെഞ്ച്വറിയിൽ ജോർജിയയിൽ ക്രിസ്ത്യാനിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് 13 സിറിയൻ ഫാദേഴ്സ് വന്നിരുന്നു. അതിൽ ഒരാളായിരുന്നു സെയിന്റ് അബീബോസ് നെക്രസി. ആ ഫാദറാണ് ഈ നെക്രസി മൊനസ്ട്രി ബിൽഡ് ചെയ്തത്. ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. മോർച്ചറി ചാപ്പൽ, ചർച്ച് ഓഫ് ഡൊമേഷ്യ, ബിഷപ്പ് പാലസ്, അങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഈ ചർച്ചിൽ കയറണമെങ്കിൽ നമ്മൾ ഡ്രസ് കോഡ് ഫോളോ ചെയ്യണം കേട്ടോ. ജെൻസിന് ഇവിടെ ഷോർട്സ് അലൗഡ് അല്ല, ലേഡീസിന് ജീൻസും പാൻസും അലൗഡ് അല്ല. ഇവർ പുറത്ത് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് വേണം കയറാൻ. അതേപോലെ തന്നെ ലേഡീസിന് തലയിൽ സ്കാർഫും വേണം, അതും ഇവർ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു മോങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അദ്ദേഹമായിരുന്നു കേട്ടോ. പിന്നെ ഹേസുനയോട് കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. എവിടുന്നാണ് വരുന്നത്, ഇന്ത്യക്കാരാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇന്ത്യക്കാരെ വളരെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ ഒരു മൊണസ്ട്രിയിൽ ഇപ്പോഴും 10-13 മോങ്സ് വേറെ ഉണ്ട് കേട്ടോ. അവർ താമസിക്കുന്നത് നമ്മൾ ഈ കാണുന്ന മൊണസ്ട്രിയുടെ ബാക്ക് സൈഡിലായിട്ടാണ്. അവിടോട്ട് പക്ഷെ നമുക്ക് അലോ ചെയ്യത്തില്ല കേട്ടോ. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അപ്പം അവരുടെ താമസ സ്ഥലമായിരിക്കും. ഇതെന്താ, ഇവിടെ എന്താ നോക്കട്ടെ. അല്ല, ഇവിടെ എന്തോ അറിയില്ല. ഇവിടെ എന്താണോ കുറച്ച് കുഴികളൊക്കെ. അറിയില്ല, ഞാൻ ആദ്യം വിചാരിച്ചു പള്ളിയിലെ വൈൻ ഉണ്ടാക്കുന്ന സ്ഥലം വല്ലതായിരിക്കും. ഈ കുഴി എന്തായിരുന്നു എന്നുള്ളത് വഴിയ വീഡിയോയിൽ നമുക്ക് കാണാം. കുറേ ഉണ്ട്. സുഭാഷേ, എൻ്റെ അമ്മ, ഇപ്പൊ തന്നെ ഞാൻ തന്നെ പോയി. അയ്യോ, ഇറങ്ങി ഇറങ്ങി നടു. എന്തോ സുഖം പഞ്ഞിക്കെട്ട് പോലെ ആര്, വയറോ അതോ സീറ്റോ? ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കയറിയിരിക്കാൻ പറ്റും. അവിടെ എന്തോ ഒരു കുഴിയുണ്ട്, ബാ കണ്ടിട്ട് പോ. ഇതിനകത്തോട്ട് ഇറങ്ങാൻ സ്റ്റെപ്പ് ഉണ്ടോ? എന്തുകൊണ്ട്? താഴോട്ട് വലിയൊരു കുഴിയുണ്ട്. നമ്മൾ ഇതുവരെ ഇറങ്ങി ചെല്ലുമ്പില്ലേ, താഴെ അവിടെ ഒരു കുഴിയുണ്ട്. പക്ഷെ അത് മൂടിയിട്ടേക്കോ. ചിലപ്പോ എനിക്കൊന്ന് എസ്കേപ്പ് റൂട്ട് ആയിരിക്കും. അന്ന് യുദ്ധവും പ്രശ്നമൊക്കെ വന്നപ്പോഴേ ചാടി ഓടി ഇറങ്ങി ഓടാനുള്ള എസ്കേപ്പ് റൂട്ട് ആയിരിക്കും ഇത്. ഞാൻ ഇറങ്ങി അണ്ടർഗ്രൗണ്ട് അല്ലേ? അല്ല, ചിലപ്പോ വേണ്ടി ഓപ്പൺ ആക്കി കള്ളങ്ങാണ്ട് വെച്ചോണ്ടിരുന്ന സ്ഥലമായിരിക്കും. ഏയ്, ഇത് ചിലപ്പോ വല്ലവരും കുഴിച്ചിട്ടേക്കുന്ന സ്ഥലമായിരിക്കും. ശരിയാ, നാറ്റം വരുമല്ലോ. നമ്മളിപ്പം ബസ് വന്നു പോവാണ്. എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം കിട്ടി. ഓ,
30 മിനിറ്റ് ഉള്ളു സമയം. വന്നില്ലെന്ന്. ഓ, അതിപ്പോ നമ്മളോടായാലും പറഞ്ഞല്ലേ നമുക്കറിയത്തുള്ളൂ. 30 മിനിറ്റ് കറങ്ങേണ്ട സ്ഥലത്ത് നമ്മളൊരു 1-2 മണിക്കൂർ കറങ്ങി. അതാണ് മറ്റേ ജപ പറഞ്ഞത്, ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. സമയനിഷ്ഠയില്ല. അതെ അപ്പം നമ്മൾ 3 മണിക്കൂർ എടുത്ത് 30 മിനിറ്റ് കാണേണ്ട മൊണസ്ട്രി കണ്ടതിൻ്റെയും അപ്പാപ്പൻ്റെ ചീത്തവിളി കേട്ടതിൻ്റെ ക്ഷീണവും ഒക്കെ തീർക്കാനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിസയും പൊട്ടറ്റോ വെഡ്ജസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ തബാക്ക വില്ലേജ് ചിക്കനും റൈസും ആയിരുന്നു. നമ്മൾ ജോർജിയയിൽ വന്നിട്ട് 2 ദിവസം ആയിട്ടുള്ളത് കൊണ്ടാവാം എല്ലാവർക്കും ജോർജിയൻ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താകുമെന്ന് അറിയത്തില്ല. ഈ ജാറിലെ ഐറ്റം കണ്ടോ, ഇതിനകത്ത് ജ്യൂസ് ആയിരുന്നു കേട്ടോ. ജോർജിയയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഇത് പല ഫ്ലേവറിലുണ്ട്. ഇതിനെ ഇവർ കോംബോത്ത് എന്നാ പറയുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയെടുത്ത് ഈ സാധനം കണ്ടു. പക്ഷെ എന്താണോ ഒന്നും ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാനും അറിയത്തില്ല. നല്ല ടേസ്റ്റ് അതിലുണ്ട്. തിന്നാവോ മറ്റേ ഗുരു സിനിമയ്ക്കകത്ത് നല്ല ടേസ്റ്റാ. എടുത്തു കൊടുത്തിച്ചേ എല്ലാവരും കഴിക്കട്ടെ. എന്തോ ഒരു സംശയം പോലെ തോന്നുന്നല്ലോ. കൊള്ളത്തില്ലെങ്കിൽ ഞാൻ രണ്ടാമത് കടിക്കത്തില്ലല്ലോ. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ച കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു നദിയായിരുന്നു. അത് വറ്റി വരേണ്ട ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ബ്ലാക്ക് സാൻഡായിട്ടാണ് തൊട്ട് തോന്നുന്നത്. ജോർജിയയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെ കാണാം. അതെല്ലാം ഇങ്ങനെ വരണ്ട് കിടക്കുക. സ്ഥലങ്ങളിലോട്ട് പോകുമ്പം ഇതിനകത്ത് എന്തൊക്കെയോ വർക്ക് നടക്കുന്നതും കാണാം. പിന്നെ ഒരുപാട് റോഡുകളും അതിനകത്തൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഖരേബ വൈനറിയിലെത്തി. ഇവിടെ എന്താ പരിപാടി എന്നറിയോ? ആ പറഞ്ഞ സംഭവം കേട്ടോ ഇവിടെ നടക്കുന്നത്. വൈൻ ടേസ്റ്റിംഗ്. വൈൻ മേക്കിങ്ങിൻ്റെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് ജോർജിയയിലാണ്. അതിൻ്റെ പ്രധാന ഒരു പ്ലേസ് ആണ് കക്കീറ്റി. അവിടെയുള്ളൊരു വൈനറിയിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ജോർജിയയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വൈൻ ടേസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈനറി ഒരു കേവിലാണ്, അതായത് ഒരു മൗണ്ടൻ്റെ അകത്ത്. ഞങ്ങൾ ഈ രാജകീയമായ പുതപ്പൊക്കെ പുതച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേവിനകത്ത് മുഴിഞ്ഞ തണുപ്പാണ്. ഇതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ തണുപ്പ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അകത്ത് കയറുമ്പോൾ ഒന്നെങ്കിൽ ജാക്കറ്റ് ഇട്ടേക്കണം, അല്ലെങ്കിൽ ഈ ഒരു പുതപ്പ് പുതയ്ക്കണം. ഞങ്ങൾ ജാക്കറ്റെല്ലാം വണ്ടിയിൽ ഇട്ടിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ പുതപ്പ് പുതച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയിട്ട് പിള്ളേർക്കുള്ള ജാക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. ഇതാണ് വൈൻ കേവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നേക്കുന്ന ഒരു ഗൈഡ്. 30 മിനിറ്റത്തെ പരിപാടിയാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു കേവ് വലിയൊരു മൗണ്ടൻ്റെ അകത്തോട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ തണുപ്പെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പാണെന്നാണ് പറയുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് വാർ പ്ലാനിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയൊരു ടണലായിരുന്നു ഇത്. അതിനുശേഷം ഇവരുടെ കമ്പനി ഇത് ഏറ്റെടുത്ത് ഒരു വൈൻ സെല്ലറായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുള്ളത് കൊണ്ട് തന്നെ വൈനെ സൂക്ഷിക്കാനായിട്ട് നാച്ചുറലായിട്ടും പിന്നെ അതേപോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടും വെക്കാൻ വേണ്ടിയിട്ട്. 8000 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഇവരുടെ വൈൻ കൾച്ചർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെയുള്ള വൈൻ ബാച്ച് എന്ന് പറയുന്നത് 20 വർഷം മുമ്പുള്ളതാണ്. ട്രഡീഷണലി എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം എങ്ങനെ വേണം കുടിക്കാൻ എന്നുവരെയുള്ളത് നമുക്ക് കാണിച്ചു തന്നു. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നെക്രസി മൊണസ്ട്രി വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന കുഴി വെറുതെ ഉള്ളൊരു കുഴിയല്ല, വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുഴികളാണെന്ന്. അങ്ങനെ അവസാനം നമ്മൾ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശമായ വൈൻ ടേസ്റ്റിങ്ങിൻ്റെ സമയമായി കേട്ടോ. ഇവിടെ ടച്ചിങ്സ് ആയിട്ട് നമുക്ക് വെച്ചേക്കുന്നത് ബ്രെഡും ചീസും ആയിരുന്നു. 3 ടൈപ്പ് വൈനായിരുന്നു നമുക്ക് ടേസ്റ്റിങ്ങിന് തന്നത്. ഇച്ചയും എമിലും വിൻസി ആയിരുന്നു കേട്ടോ വൈൻ ടേസ്റ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. വൈറ്റ് വൈൻ, സെമി സ്വീറ്റ് വൈൻ, സ്വീറ്റ് വൈൻ, ഇത് 3ആയിരുന്നു കേട്ടോ അവരടിച്ചത്. ബാക്കി ഞങ്ങൾ 3 പേരും അവരുടെ ഗ്ലാസ്സിനകത്തുനിന്ന് കുറച്ച് ഇസ്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു.
ഒരെണ്ണത്തിൻ്റെ പേര് എംലോക്കിയ എന്നാണ്. ഈ വൈന് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട റെഡ് വൈൻ, അത് സെമി സ്വീറ്റ് ആണ്. ഇതും ഇവർ സജസ്റ്റ് ചെയ്ത ഒരെണ്ണമായിരുന്നു കിറ്റ്സ്മ റൗലി, അതും. ആ രണ്ടെണ്ണം വാങ്ങാമെന്ന് വെച്ചു. We'll take 3 Evlokia and 3 Kids Marawi. കുഞ്ഞുണ്ടോ? പറിക്കല്ലേ. നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ പോകുമ്പോഴേ ഇതിന്റെ ചെറുത് ഇങ്ങനെ കിടക്കുന്നതാണ്. സീക്കൂട്ടം പിടിക്കാൻ വന്നു. എത്തുന്നില്ല. ചാടി പിടിച്ച വേണ്ട, യേസു വേണ്ട, നിനക്ക് എടുക്കാറൊന്നു. ആ കാണുന്ന മൗണ്ടൻ്റെ താഴെയായിരുന്നു കേട്ടോ ആ കേവ്. അപ്പം നമ്മൾ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന വൈൻ എല്ലാവരും വാങ്ങിച്ചു. നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായിരുന്നു. ഇവിടെ നല്ല ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് പോകുമായിരുന്നു. റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ ഡിന്നറിന് ടൈം ആയിരുന്നു. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഡിന്നറൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ ചെന്ന് പിന്നെ യൂണോടെ കളിയായി. അപ്പം നമ്മുടെ യൂണോ കളിക്കുമ്പോൾ തോറ്റ ആൾക്കല്ലേ ശിക്ഷ കിട്ടുന്നത്, പക്ഷേ ഇവിടെ ജയിച്ച ആൾക്കാട്ടോ പണിഷ്മെൻറ്റ് കിട്ടുന്നത്. പിള്ളേരെ നോക്കണം. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബായ്.